ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടമാത്ര സീരിയൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ നിന്ന് വന്ന ചിപ്പിയോട് ഇഷിത ചോദിക്കുന്നുണ്ട്, ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചത് വല്ലതും മനസ്സിലായോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, ഔട്ടിങ്ങും ഫുഡ് അടിയൊക്കെ ആയിരുന്നോ മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ ചിപ്പി ഇങ്ങനെ ചിരിക്കുകയാണേ. ഇത്തിരി നേരം ഞാൻ ഔട്ടിങ്ങിനെ കുറിച്ച് ആലോചിച്ചു. മിസ് ചോദിച്ചു എന്നോട്, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അപ്പോൾ ഇഷിത, അയ്യേ നാണം കെട്ടല്ലോ എന്ന് പറയട്ടോ. ചിപ്പി, എവിടെയാ അമ്മേ നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് സ്പോൺസർക്ക് മാത്രമേ അറിയുള്ളൂ. സ്പോൺസർ എത്തി ഒരുങ്ങുന്നുണ്ടെന്ന് പറയണേ ഷിത. തുടർന്ന് നമ്മുടെ സ്വപ്നവല്ലി രാമനോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ഹോട്ടൽ പരിപാടി പ്രശ്നമാവോ രാമ? എനിക്കും ഭയമുണ്ട്. ആദിക്ക് വേണ്ടി മഹേഷ് എന്തും ചെയ്യും. അത് ഇഷിതയുടെ മനസ്സിൽ എത്ര ആഴത്തിലുള്ള മുറിവുണ്ടാക്കും എന്ന് അറിയില്ല എന്ന് പറയട്ടെ രാമൻ. എന്നിട്ട് പറയും, എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ്. ആദി എന്ന ഒരു മകൻ കൂടി മഹേഷിന് ഉണ്ടെന്ന് പറയേണ്ടത് നമ്മുടെ കടമയായിരുന്നു. തുടർന്ന് നമ്മുടെ മഹേഷിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദി ഫോണിൽ വിളിക്കുകയാണ്. മോനെ വരാൻ സമയമാവുന്നു, വരില്ലേ എന്ന് ചോദിക്കട്ടെ ആദി. മോൻ എവിടെ വിളിച്ചാലും ഞാൻ വരും. മോൻ എന്നോട് ഇനി പിണങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഡാഡിയോട് ഞാൻ ഒരിക്കലും പിണങ്ങില്ല എന്ന് പറയണേ ആദി. എന്നോട് മാത്രല്ല, ചിപ്പി മോന്റെ അനിയത്തിയല്ലേ, അവളോടും കൂട്ടുകൂടണം. എല്ലാം ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുമെന്ന് പറയട്ടോ ആദി. എങ്കിൽ ഞാൻ പുറപ്പെടുകയാണ് ഇവിടെ നിന്ന്, ഞാനും ചിപ്പിയും ഇഷിതയും എന്ന് പറയുമ്പോൾ, എന്നാ ശരി, ഹോട്ടലിൽ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ. തുടർന്ന് മഹേഷ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നിട്ട്, ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം അതൊന്നും ആലോചിച്ച് അച്ഛനും അമ്മയും വിഷമിക്കേണ്ടെന്ന് പറയണേ. ആദിയെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാനൊരു തീരുമാനം എടുക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഇഷിതയും ചിപ്പിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നോക്കുമോളെ, ഡാഡിയുടെ മുഖം നോക്ക്. ഡാഡിയുടെ മുഖം കണ്ടിട്ട് നമ്മൾ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ലാത്ത പോലെയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇഷിത. അങ്ങനെ അച്ഛനോടും അച്ഛമ്മയോടും ബൈ പറഞ്ഞിട്ട് വാ എന്ന് പറയുമ്പോൾ, അങ്ങനെ ബൈ പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി പോവാണ്. എല്ലാം നല്ലതിനാവണേ എൻ്റെ മുരുക എന്ന് പ്രാർത്ഥിക്കാണ് സ്വപ്നം. അങ്ങനെ അവർ ഹോട്ടലിലെത്തുന്നു. ഇവിടെ എത്തിയപ്പോൾ ചിപ്പിയുടെ മുഖം ഒന്ന് വിടർന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരാൾ വന്നിട്ട്, സാർ മുകളിലേക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കാണ് കേട്ടോ. അപ്പോൾ മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാണേ. അത് കാണുമ്പോൾ ഇഷിത ചോദിക്കുന്നുണ്ട്, മഹേഷ് ആരെയായി നോക്കുന്നത്? ആരെയില്ല എന്ന് പറയുമ്പോൾ ചിപ്പി, അമ്മ ഞാൻ താഴോട്ട് പോയിക്കോട്ടെ ചോക്ലേറ്റ് എടുക്കാൻ എന്ന് പറയുമ്പോൾ ഇഷിത പറയും, ഞാൻ കൂടെ വരാം. വേണ്ടമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോവാണ്. കണ്ടോ മഹേഷ് ചിപ്പിയുടെ സന്തോഷം? അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകണം. ആകെ ഒരു സന്തതിയല്ലേ ഉള്ളൂ, പിശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മഹേഷ് ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. എന്താ മഹേഷിന് ഒരു ടെൻഷൻ? ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് വരികയാണ്. ആദ്യം കണ്ടത് ഇഷിത ചിരിക്കാണ് കേട്ടോ ആദ്യയെ നോക്കിയിട്ട്. അപ്പോൾ ഇഷിത ആ ഹോസ്പിറ്റലത്തെ കാര്യം പുറത്തേക്ക് കൊണ്ടുപോയി ആ ബീച്ചിലൊക്കെ കളിച്ചത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മോനെ വാ എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയും, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ മോനെ എന്ന് വിളിക്കരുത് എന്നും പറഞ്ഞ് മഹേഷിനെ നോക്കിയിട്ട്, രണ്ടാം ഭാര്യയോട് പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞ കാര്യം എന്ന് ചോദിക്കാട്ടോ. അപ്പൊ ഇഷിത നേരെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോഴേക്കും ആദിക്ക് ചൂടായിട്ട്, പറയിക്ക്. അപ്പോ മഹേഷ്, ഇഷിത താൻ ഇവനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഇവനെ നീ തള്ളിയില്ലേ, ഇതിനും താൻ മാപ്പ് ചോദിക്കണം എന്ന് പറയുമ്പോ ഇഷിത ആദിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാട്ടോ. അപ്പോഴും ഇഷിത, മാപ്പ് പറയാനോ? ഇവൻ തെറ്റ് ചെയ്തപ്പോ ഞാൻ അടി കൊടുത്തു. ഇവന് ശരിക്കും ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നീ മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കേ എന്ന് പറയാട്ടോ. ഞാൻ മാപ്പ് പറയണം എന്ന് പറയാട്ടോ ആദി. നീ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാണ്. ഞാൻ പറയാം, ഞാൻ നിന്നെ തല്ലിയതിന് മാപ്പ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ചിപ്പിയും വരുന്നുണ്ട്. ചിപ്പിയും കാണാട്ടോ മാപ്പ് പറയുന്നത്. ഇനി ഒരാളോടും കൂടി മാപ്പ് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇഷിതയെ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്കും ആകാശും രചനയും കൂടെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയെ നിങ്ങൾ തള്ളിയില്ലേ, അതിനും കൂടെ മാപ്പ് പറ എന്ന് പറയണേ. അപ്പോൾ ഇഷിത രചനയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രചന ആകാശിന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാട്ടോ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്